ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരനായ കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണം ഇന്നും പലർക്കും മറക്കാൻ കഴിയാത്തൊരു വേദനയാണ്. ഒരു കാറപകടത്തിലാണ് സുധി നമ്മളെ വിട്ടുപോയത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യയായ രേണു സുധിയും മക്കളും വലിയൊരു ദുരിതത്തിലൂടെ കടന്നുപോയി. സുധിയുടെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഈ കുടുംബം സ്ഥിരമായി ശ്രദ്ധിക്കപ്പെട്ടു. ആദ്യമായി സിമ്പതിയായിരുന്നു, പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി. രേണു സുധിയുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി, ഫോട്ടോഷൂട്ട്സ്, റീൽസ് ഇവയെല്ലാം വൈറലായി. ചിലർ സപ്പോർട്ട് ചെയ്തു, എന്നാൽ ചിലർ കടുത്ത വിമർശനവുമായി എത്തി. ഇതിന് പിന്നാലെ വന്നെന്ന മറ്റൊരു വലിയ കോൺട്രവേഴ്സി, സുധിയുടെ പേരിൽ നൽകിയ ഒരു വീട്. ആ വീട് കൺസ്ട്രക്ഷൻ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് രേണു പുറത്തുപോയതും ഡോണേഴ്സ് അതിനെതിരെ പ്രതികരിച്ചതും വലിയ വിവാദമായി. അതേസമയം റിയാലിറ്റി ഷോയായി ബിഗ് ബോസിലും രേണു എത്തിയപ്പോൾ അവിടെ ഉണ്ടായ ചില സംഭവങ്ങളും വലിയ ചർച്ചയായി. വോട്ട് അപ്പീൽ കോൺട്രവേഴ്സി, ഹൗസ് ഇഷ്യൂസ്, ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഇതൊക്കെയാണ് രേണുവിനെ വീണ്ടും ഹെഡ്ലൈൻസിലെത്തിച്ചത്. പക്ഷേ ഇതിനേക്കാളും എല്ലാം കൂടുതൽ ഷോക്ക് നൽകിയ കാര്യം സുധിയുടെ മകൻ കിച്ചു തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. കിച്ചുവിന്റെ വാക്കുകൾ പ്രകാരം കുട്ടിക്കാലം മുതൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ, അവഗണന, ഒറ്റപ്പെട്ട ജീവിതം ഇതെല്ലാം അനുഭവിച്ചതായി കിച്ചു പറയുന്നു. കിച്ചുവിന്റെ റീസെന്റ് വീഡിയോ പ്രകാരം അവൻ വെളിപ്പെടുത്തിയത് ഇതൊക്കെയാണ്. എന്റെ ബാല്യകാല ഓർമ്മകളിൽ കൂടുതലും അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകളാണ്. ഒരു സമയം അച്ഛൻ സ്കൂട്ടർ എടുത്ത് ലോറിയിലേക്കിടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചു. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒറ്റപ്പെട്ട ജീവിതം ജീവിച്ചു. അച്ചമ്മയാണ് എന്നെ നോക്കിയത്. രേണു ജീവിതത്തിലേക്ക് വന്ന സമയത്ത് ആദ്യമെല്ലാം നല്ലതായിരുന്നു. രേണുവുമായി നല്ല കമ്പനിയായിരുന്നു, പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി. പിന്നീട് കിച്ചു പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ്. വീട്ടിൽ ആരുമായും വലിയൊരു കണക്ഷൻ ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അച്ഛനിൽ നിന്ന് കിട്ടിയ സ്നേഹം പൈസ മാത്രമായിരുന്നു. ഇതിലും കൂടുതൽ ഷോക്കിംഗ് ആയത്, കിച്ചുവിനെ ഷൂട്ടിന് കൊണ്ടുപോകുന്നത് രേണുവിന് ഇഷ്ടമല്ലായിരുന്നു. അതിനും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സുധി മരിച്ച ദിവസത്തെക്കുറിച്ച് കിച്ചു പറഞ്ഞത് വളരെ ഇമോഷണലാണ്. രാവിലെ അച്ഛൻ വരുമെന്ന് കരുതി കാത്തിരുന്നു, പക്ഷെ പിന്നീട് രക്ഷിക്കാനായില്ല എന്ന ഫോൺ കോൾ വന്നപ്പോൾ എല്ലാം അവസാനിച്ചു. അതുമാത്രമല്ല, ആ സമയത്ത് എന്തു ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ജീവിതം തന്നെ വഴിമുട്ടി. ഇതെല്ലാം കേട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വലിയ ചർച്ചയായി. ഇതൊരു സാധാരണ കോൺട്രവേഴ്സി അല്ല, ഇതൊരു കുടുംബത്തിന്റെ ഉള്ളിൽ നടന്ന കഥയാണ്. വേദനയും തെറ്റിദ്ധാരണകളും പറയാതെ പോയ സത്യങ്ങളും നിറഞ്ഞ ഒരു കഥ. കൊല്ലം സുധി ഇനിയില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില സത്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. കിച്ചുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിലൊരു മകന്റെ വേദന വ്യക്തമായി കാണാം. പക്ഷെ അതേസമയം ഒരു കഥയുടെ മുഴുവൻ സത്യം നമ്മൾക്കറിയാമോ എന്ന ചോദ്യം കൂടി നിലനിൽക്കുന്നു. രേണു സുധിയെക്കുറിച്ചുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടാകാം, പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. അതുകൊണ്ട് ഇതൊരാളെ മാത്രം കുറ്റപ്പെടുത്താനുള്ള കഥയല്ല, അതുപോലെ ആരെയും കണ്ണടച്ച് പിന്തുണയ്ക്കാനുള്ള കഥയുമല്ല. ജീവിതത്തിൽ ചില സത്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എളുപ്പം വിധി പറയാം, പക്ഷെ അകത്ത് എന്താണ് നടന്നത് എന്നറിയുന്നത് അവർക്ക് മാത്രമാണ്. ഇനി നിങ്ങൾ പറയൂ, ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കൂ.